മധ്യപ്രദേശിലെ ജബൽപൂരിൽ തീവ്ര ഹിന്ദു സംഘടനകൾ ആക്രമിച്ചത് 2 മലയാളി വൈദികർ ഉൾപ്പെടെയുള്ള സംഘത്തെ. ഫാദർ ഡേവിസും ഫാദർ ജോർജുമാണ് ആക്രമണത്തിനിരയായത്. അക്രമവും ഗുണ്ടായിസവും ജനാധിപത്യത്തിന് പറ്റിയതല്ല എന്ന് ഫാദർ ഡേവിസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ക്രൂരതയും ഗുണ്ടായിസവും ഈ നമ്മുടെ ഡെമോക്രസിക്ക് പറ്റിയതല്ല. നമുക്ക് ഇവിടെ ലോ ഉണ്ട്, ലോലെസ്നെസ് നടത്തരുത്. ലോലെസ്നെസ് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അതിൻ്റെതായിട്ടുള്ള ലോ ആയിരിക്കണം. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വന്ന് അവർ പറഞ്ഞത് ശരി, അത് നടത്തണം എന്ന് പറയുന്നത് അത് വളരെ ഒരു തെറ്റായ ഒരു ധാരണയും ഒരു വിരോധാഭാസമാണ്. ഇങ്ങനെ ആ വീഡിയോയിൽ കണ്ടാൽ നമുക്കറിയാം ആരാണെന്ന്. കേസായിട്ട് മുന്നോട്ട് പോവാണ്, എന്തായാലും പോകണം. വെച്ചാൽ നമ്മള് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ രാഷ്ട്രത്തിന് നല്ലതല്ല. ആരും മിണ്ടാനില്ല, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ജബൽപൂരിൽ വൈദികർക്കാണ് മർദ്ദനമേറ്റത്. വൈദികരെ പോലീസുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ഏപ്രിൽ 1 ആക്രമണമുണ്ടായത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് കത്തോലിക്ക പുരോഹിതർക്കും അൽമായർക്കും നേരെ ക്രൂരമായ ആക്രമണമുണ്ടായത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികൾ സന്ദർശിക്കുന്നതിനിടെ ഇടവകയിൽ നിന്നുള്ള കത്തോലിക്ക വിശ്വാസികളെ ഒരു ബസ്സിൽ പോവുകയായിരുന്നു. തടഞ്ഞു നിർത്തിയുള്ള ആക്രമണമാണ് ഉണ്ടായത്. വിശ്വാസികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ പോലീസിന് മുന്നിൽ നിന്നും ഇത്തരം ക്രൂരമായ ആക്രമണവും ദേഹോപദ്രവവും ഉണ്ടായെന്നടക്കമുള്ള ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, നിയമത്തെ പേടിയില്ല, പോലീസുകാരെ പേടിയില്ല, രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അടക്കം സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള അവകാശത്തെ അടക്കം ക്രൂരമായി ലംഘിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നുവെന്ന് മാത്രമല്ല മാധവ്, ഈ ദൃശ്യങ്ങൾ എടുത്തതും പ്രചരിപ്പിച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെ പലർക്ക് എത്തിച്ചു നൽകിയതും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട സംഘടനകൾ ഒന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നേരത്തെ മാധവ് സൂചിപ്പിച്ച പോലെ ഈ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി വിവിധ പള്ളികൾ സന്ദർശിക്കാൻ പോയ 60ഓളം ആളുകൾ വരുന്ന സംഘത്തെ ആദ്യം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞു നിർത്തി, അതിനുശേഷം മർദ്ദിച്ചു. ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ എത്തിയ മലയാളികളായ 2 വൈദികരെയാണ് പോലീസുകാരുടെ മുന്നിലിട്ടും മർദ്ദിച്ചത്. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, അക്രമമാണോ വഴിയെന്ന് വൈദികൻ ചോദിക്കുന്നുണ്ട്. അനൂപ, ഈ വിഷയം ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരുന്നില്ല. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. കെ സി വേണുഗോപാൽ അടിയന്തര പ്രമേയത്തിന് വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ. പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ചില്ല, അത് തള്ളിയിരിക്കുന്നു. സഭയിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അക്രമങ്ങളെന്ന് കെ സി പറഞ്ഞു.